38ാമത് കേരള സയൻസ് കോൺഗ്രസിന് ഇന്ന് തുടക്കമാകും. സയൻസ് കോൺഗ്രസ് ഫെബ്രുവരി 1-നാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക. പക്ഷേ അതിലെ സെഷനുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇന്ന് തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിയോഫിൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. തിയോഫിൻ, ഔദ്യോഗിക ഉദ്ഘാടനം 1-ാം തീയതിയാണ്, പക്ഷേ സെഷനുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇന്ന് തുടങ്ങുമല്ലേ സയൻസ് കോൺഗ്രസിന്റെ? മനു, ഈ 38ാമത് സയൻസ് കോൺഗ്രസിന്റെ ഭാഗമായുള്ള വിവിധ സെഷനുകൾ, അതോടൊപ്പം തന്നെ ശാസ്ത്ര പ്രദർശനം, ഇതൊക്കെ ഇന്ന് തുടങ്ങുകയാണ്. പ്രധാനമായും ഈ സമുദ്രശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇത്തവണ പരിഗണന നൽകിയിരിക്കുന്നത്. അതിന്റെ വിഷയം തന്നെ ഓഷൻ സയൻസ് ഫോർ ബ്ലൂ ഇക്കണോമി ആൻഡ് ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ എന്ന പേരിലാണ് ഈ വർഷത്തെ സയൻസ് കോൺഗ്രസിന്റെ ഒരു ഫോക്കൽ തീം ആയി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സയൻസ് കോൺഗ്രസ് ആരംഭിക്കുന്നത്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലും സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലുമായാണ് പരിപാടികൾ. കോളേജിൽ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ നടക്കും. വിവിധ സെഷനുകൾ നടക്കുന്നുണ്ട്. ഒപ്പം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ ശാസ്ത്ര പ്രദർശനം നടക്കുന്നുണ്ട്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ KSCSTEയുടെ നേതൃത്വത്തിലാണ് ഈ ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായി സയൻസ് കോൺഗ്രസിന്റെ ചെയർപേഴ്സണും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മുൻ ഡയറക്ടറും നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ സീനിയർ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയായ പ്രൊഫസർ P. ബാലറാം, ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ തുടങ്ങിയവർ ഉൾപ്പെടെ വിവിധ ദിവസങ്ങളിൽ പരിപാടികൾ പങ്കെടുക്കും. ഈ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഒട്ടനവധി യുവ ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്നുണ്ട്. യുവ ശാസ്ത്രജ്ഞർക്കുള്ള പുരസ്കാര വിതരണം നടക്കുന്നുണ്ട്. മികച്ച ശാസ്ത്രജ്ഞ പുരസ്കാരം, ശാസ്ത്ര സാഹിത്യ പുരസ്കാരങ്ങൾ എന്നിവയൊക്കെ ഈ ചടങ്ങിൽ വെച്ച്, അല്ലെങ്കിൽ ഈ ശാസ്ത്ര കോൺഗ്രസിൽ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്ന 1-ാം തീയതിയാണ് ഈ പുരസ്കാരങ്ങളൊക്കെ വിതരണം ചെയ്യുക. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സംസ്ഥാനങ്ങൾ തമ്മിലും ഒപ്പം കേന്ദ്ര ഏജൻസികളുമായുള്ള സഹകരണം അത് ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമായും ഈ സയൻസ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിൽ വിവിധ ശാസ്ത്ര രംഗത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശാസ്ത്ര വകുപ്പുകൾ, ആ ശാസ്ത്ര വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയ നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട്. ഈ ആദ്യ ദിവസമായി ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് 3:30 വരെ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ സയൻസ് മീറ്റാണ് നടക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെന്റ് ആൽബർട്ട്സ് സ്കൂളിൽ ശാസ്ത്ര പ്രദർശനവും നടക്കുന്നുണ്ട്. ബയോ ഇക്കണോമി, ഊർജ്ജോൽപാദനം, കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണങ്ങളും സാധ്യതകളും ഒക്കെ അന്വേഷിക്കുക, അതെല്ലാം ചർച്ച ചെയ്യുക കൂടിയാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം. ഓക്കെ, താങ്ക് യു തിയോഫിൻ. തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത് സയൻസ് കോൺഗ്രസിനെ കുറിച്ച്.